നമസ്കാരം സുഹൃത്തുക്കളെ. PSC പരീക്ഷകളിൽ കേരള ജിയോഗ്രഫി വിഭാഗത്തിൽ നിന്ന് സ്ഥിരമായി ചോദ്യങ്ങൾ വരാറുള്ള മറ്റൊരു പ്രധാന ഭാഗമാണ് കേരളത്തിലെ ദ്വീപുകൾ. കായലുകളിലും നദികളിലുമായി കിടക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ദ്വീപുകളും അവയുമായി ബന്ധപ്പെട്ട PSC ചോദിക്കാൻ സാധ്യതയുള്ള 50 ചോദ്യങ്ങളുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഈ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇനി നിങ്ങൾക്കൊരിക്കലും തെറ്റില്ല. 1. കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപേത്? പനങ്ങാട് ദ്വീപ്, വലിയ പനങ്ങാട്. പൊതുവെ പനങ്ങാട് വൈപ്പിൻ ദ്വീപുകൾ വലിയവയാണ്. 2. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ദ്വീപ് ഏത്? വെല്ലിംഗ്ടൺ ദ്വീപ്, പട്ടണപ്രദേശം. ചെറിയ കായൽ ദ്വീപുകൾ. 3. മനുഷ്യവാസമുള്ള കേരളത്തിലെ ഏറ്റവും ചെറിയ ദ്വീപേത്? ധർമ്മടം ദ്വീപ്. 4. കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ളത്? എറണാകുളം. 5. കൊച്ചി നഗരത്തോട് ചേർന്ന് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ദ്വീപ്? വെല്ലിംഗ്ടൺ ദ്വീപ്. 6. വെല്ലിംഗ്ടൺ ദ്വീപ് കൃത്രിമമായി നിർമ്മിച്ചതാണോ? അതെ. കൊച്ചി തുറമുഖ നിർമ്മാണ വേളയിൽ മണ്ണ് നീക്കം ചെയ്തുണ്ടാക്കിയത്. 7. വെല്ലിംഗ്ടൺ ദ്വീപിന് ആ പേര് വരാൻ കാരണം? ഇന്ത്യയുടെ വൈസ്രോയിയായിരുന്ന ലോർഡ് വെല്ലിംഗ്ടണിന്റെ സ്മരണയ്ക്കായി. 8. കേരളത്തിലെ പ്രധാന നേവൽ ബേസ് സദൻ നേവൽ കമാൻഡ് സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? വെല്ലിംഗ്ടൺ ദ്വീപ്. 9. കൊച്ചി അന്താരാഷ്ട്ര കപ്പൽ ടെർമിനൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? വെല്ലിംഗ്ടൺ ദ്വീപ്. 10. ഫോർട്ട് കൊച്ചിക്ക് സമീപമുള്ള പ്രശസ്തമായ വിനോദസഞ്ചാര ദ്വീപ്? വൈപ്പിൻ ദ്വീപ്. 11. വൈപ്പിൻ ദ്വീപിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപുകളിൽ ഒന്ന്. 12. വൈപ്പിൻ ദ്വീപിനെ എറണാകുളം നഗരവുമായി ബന്ധിപ്പിക്കുന്ന പാലം? ജിഷാദ് പാലം, ഗോശ്രീ പാലം. 13. ഗോശ്രീ പാലങ്ങൾ ബന്ധിപ്പിക്കുന്ന പ്രധാന ദ്വീപുകൾ ഏതൊക്കെയാണ്? എറണാകുളം, വൈപ്പിൻ, വല്ലാപാടം, മൂലമ്പിള്ളി. 14. ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? വല്ലാപാടം ദ്വീപ്. 15. വല്ലാപാടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിലാണ്? വേമ്പനാട്ട് കായൽ. 16. ബോൾഗാട്ടി പാലസ് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏത്? ബോൾഗാട്ടി ദ്വീപ്. 17. ബോൾഗാട്ടി പാലസ് ആര് നിർമ്മിച്ചതാണ്? ഡച്ചുകാർ, 1744. 18. കേരളത്തിലെ ആദ്യത്തെ ഗോൾഫ് കോഴ്സ് സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? ബോൾഗാട്ടി ദ്വീപ്. 19. പള്ളിപ്പുറം കോട്ട സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? വൈപ്പിൻ ദ്വീപ്. 20. പള്ളിപ്പുറം കോട്ട ആരുടെ കാലത്താണ് നിർമ്മിച്ചത്? പോർച്ചുഗീസുകാർ, 1503. 21. കണ്ണൂർ തീരത്തിന് സമീപമുള്ള പ്രശസ്തമായ ഒരു ചെറിയ ദ്വീപ്? ധർമ്മടം ദ്വീപ്. 22. ധർമ്മടം ദ്വീപിന്റെ പ്രത്യേകത എന്താണ്? കടലിൽ നിന്നും അല്പം മാറി നിൽക്കുന്ന ജനവാസമുള്ള ഒരു ചെറിയ ദ്വീപ്. 23. മുഴപ്പിലങ്ങാട് ബീച്ചിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? ധർമ്മടം ദ്വീപ്. 24. കുട്ടനാട്ടിലെ കായലുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വിനോദസഞ്ചാര ദ്വീപ്? ആർപ്പൂക്കര ബൈ പാതിരാമണൽ. 25. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായലേത്? വേമ്പനാട്ട് കായൽ. 26. പാതിരാമണൽ ദ്വീപ് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. 27. പാതിരാമണൽ ദ്വീപ് എന്തിന് പേരുകേട്ടതാണ്? ദേശാടന പക്ഷികളുടെ ആവാസകേന്ദ്രം. 28. പാതിരാമണൽ എന്ന വാക്കിന്റെ അർത്ഥമെന്താണ്? പാതിരാത്രിയിലെ മണൽ. 29. കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? പറശ്ശിനിക്കടവിന് സമീപമുള്ള ചെറുദ്വീപുകൾ? മുട്ടിൽ ദ്വീപ്. 30. കോഴിക്കോട് ജില്ലയിലെ ചെറിയ കായൽ പുഴ ദ്വീപുകൾ അറിയപ്പെടുന്നത്? കല്ലായി പുഴയോരത്തെ ചെറുതുരുത്തുകൾ. 31. കൊല്ലം അഷ്ടമുടിക്കായലിലെ പ്രശസ്തമായ ദ്വീപ്? സാമ്പ്രാണിക്കോടി ദ്വീപ്. 32. സാമ്പ്രാണിക്കോടി ദ്വീപ് ഇപ്പോൾ എന്തിന് പേരുകേട്ടതാണ്? പ്രധാന ടൂറിസം കേന്ദ്രം? മാംഗ്രോവ് വാക്ക് വേ. 33. വേമ്പനാട്ടു കായലിലെ ഏറ്റവും വലിയ ദ്വീപേത്? പെരുമ്പളം ദ്വീപ്. 34. പെരുമ്പളം ദ്വീപ് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ, എറണാകുളം ജില്ലയോട് അതിർത്തി പങ്കിടുന്നു. 35. പെരുമ്പളം ദ്വീപിനെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പദ്ധതി? പെരുമ്പളം പാലം. 36. കൊച്ചിയിലെ രാമേശ്വരം എന്നറിയപ്പെടുന്ന ദ്വീപ് പ്രദേശം? രാമേശ്വരം ബൈ മട്ടാഞ്ചേരി ഭാഗത്തെ ചെറിയ കരകൾ. 37. മുളവുകാട് ദ്വീപ് എന്നറിയപ്പെടുന്നത് എന്ത്? ബോൾഗാട്ടി ഉൾപ്പെടുന്ന പ്രദേശം? മുളവുകാട് പഞ്ചായത്ത്. 38. എറണാകുളം ജില്ലയിലെ വരാപ്പുഴയ്ക്ക് സമീപമുള്ള പ്രശസ്തമായ തുരുത്ത്? തുരുത്തുകൾ ബൈ ചെറുദ്വീപുകൾ. 39. കേരളത്തിൽ പക്ഷിനിരീക്ഷണത്തിന് പേരുകേട്ട കായൽ ദ്വീപ്? പാതിരാമണൽ. 40. കേരളത്തിലെ ദ്വീപുകളെ പ്രധാനമായും എത്രയായി തിരിക്കാം? കായൽ ദ്വീപുകൾ, കടൽ ദ്വീപുകൾ, തീരദേശ ദ്വീപുകൾ. 41. ലക്ഷദ്വീപ് കേരള ഹൈക്കോടതിയുടെ അധികാരപരിധിയിൽ വരുന്നതാണോ? അതെ. കേരള ഹൈക്കോടതിയാണ് ലക്ഷദ്വീപിന്റെയും കോടതി. 42. ചരിത്രപ്രസിദ്ധമായ മട്ടാഞ്ചേരി പാലം ബന്ധിപ്പിക്കുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്ന ദ്വീപ്?
വെല്ലിംഗ്ടൺ ദ്വീപ്. 43 കൊച്ചി മെട്രോയുടെ പാത കടന്നുപോകുന്ന പ്രധാന ദ്വീപ് പ്രദേശം. വെല്ലിംഗ്ടൺ ദ്വീപിന് സമീപമുള്ള എറണാകുളം ഭാഗങ്ങൾ. 44 കേരളത്തിലെ കായലുകളിൽ കാണപ്പെടുന്ന മനുഷ്യവാസയോഗ്യമല്ലാത്ത ചെറിയ കരകൾ പൊതുവെ എന്തു പേരിൽ അറിയപ്പെടുന്നു? തുരുത്തുകൾ. 45 ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മേഖലയിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ചെറിയ പ്രദേശങ്ങൾ. കൈനഗരി പോലുള്ള തുരുത്തുകൾ. 46 കേരളത്തിൽ പൈതൃക ടൂറിസത്തിന് പേരുകേട്ട കൊച്ചിക്ക് സമീപമുള്ള ദ്വീപ്. ബോൾഗാട്ടി. 47 കേരള തീരത്ത് അറബിക്കടലിൽ സ്ഥിതിചെയ്യുന്ന പ്രശസ്തമായ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം. ലക്ഷദ്വീപ്. 48 കേരളത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ലക്ഷദ്വീപ് ദ്വീപ് ഏതാണ്? അമിനി ബൈ ആന്ത്രോത്ത്. കൊച്ചിയിൽ നിന്ന് ഏകദേശം 200+ കിമീറ്റർ അകലെ. 49 കൊച്ചിയുമായി കടൽമാർഗം കപ്പൽ സർവീസുള്ള ലക്ഷദ്വീപിലെ പ്രധാന തുറമുഖം. കവരത്തി ബൈ അഗത്തി. PSC പരീക്ഷയിൽ കേരളത്തിലെ കായൽ ദ്വീപുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ദ്വീപ്. പാതിരാമണൽ. സുഹൃത്തുക്കളെ, കേരളത്തിലെ ദ്വീപുകളുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് നമ്മളിന്ന് കണ്ടത്. വെല്ലിംഗ്ടൺ ദ്വീപും പാതിരാമണലുമൊക്കെ ഈ ഭാഗത്തുനിന്ന് ഏറ്റവും പ്രധാനം അറിഞ്ഞിരിക്കേണ്ടവയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.